അടുത്തതായി നമ്മുടെ ഈ വേദിയിലേക്ക് എത്തുന്നു മലബാറിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ ശ്രീ വി ടി മുരളി. ഉദയഭാനു സാറായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. രാഘവ മാഷ് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്, എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും രാഘവ മാഷ് കണ്ടെത്തിയ ഒരു ഗായകനെ നമുക്ക് അങ്ങനെ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കഴിയില്ല. എങ്ങനെ വിലയിരുത്തുന്നു സാറിന്? എൻ്റെ ഒരു ഹൈസ്കൂൾ പഠന കാലത്തോ ഒരു കോളേജിൻ്റെ പ്രീ ഡിഗ്രി ആ സമയത്തൊക്കെ ഞാൻ ഇദ്ദേഹത്തിനൊരു കത്തയച്ചു. എനിക്കറിയില്ല, ആളെയൊന്നും അറിയില്ല. അന്ന് അനുരാഗ നാടകത്തിൽ നിന്നുള്ള പാട്ട് ഒരു കയ്യക്ഷരത്തിൽ എഴുതി എനിക്ക് തിരിച്ചയച്ചു തരണമെന്ന് പറഞ്ഞിട്ടൊരു കത്തയച്ചു. ഒരു മറുപടി കവർ വെച്ചിട്ടാണ് അയച്ചത്. പക്ഷെ പുള്ളിയുടെ അലസത കൊണ്ട് എനിക്ക് തിരിച്ച് അങ്ങോട്ട് അയച്ചു തന്നില്ല. അപ്പോൾ എനിക്ക് അദ്ദേഹം ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം ഞാൻ കുട്ടിയല്ലേ, എന്നെ കുട്ടിയോട് ഇത്രയും ഇത് കാണിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്താ കാരണം വെച്ചാൽ എനിക്കന്ന് കയ്യെഴുത്തുകൾ ഇങ്ങനെ ശേഖരിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു സാഹിത്യമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നുകൊണ്ട് വി ടി കുമാരൻ മാഷ് എന്ന് പറയും. അപ്പോൾ ഒരുപാട് ആളുകളുടെ കൈയക്ഷരം എൻ്റെ ശേഖരത്തിലുണ്ടായിരുന്നു. LON വിയുടെയും അങ്ങനെയുള്ള ജി ശങ്കരക്കുറുപ്പിൻ്റെയും അങ്ങനെയൊക്കെയുള്ള പൊറ്റക്കാടിൻ്റെയൊക്കെ നല്ല വടിവത്ത കൈയക്ഷരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു പാട്ടുകാരൻ്റെ കൈയക്ഷരം വേണമെന്ന് തോന്നി, ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. പക്ഷെ അദ്ദേഹം എനിക്ക് അയച്ചു തന്നില്ല. ഇപ്പോഴും തന്നിട്ടില്ല. ഒരു കടം ബാക്കിയാണ് ഇപ്പോഴും. ഒരു കടം ബാക്കിയാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള, അതായത് രാഘവ മാസ്റ്ററായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹമായിട്ട് എനിക്കെന്തോ ഒരു അറ്റാച്ച്മെൻറ്റ്, എന്തോ ഒരു ആഭിമുഖ്യം എനിക്ക് തോന്നിയിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയ ഒരു ലേഖനത്തിന് ഇട്ട ടൈറ്റിൽ തന്നെ പക്വമായ പാട്ടെന്നാണ്. അപ്പോൾ എനിക്കിതാണ് ഈ മൂക്കാതെ പഴുക്കുന്നതുകൊണ്ട്, മൂത്ത് പഴുത്തതുകൊണ്ട്. ഉദയഭാനു ചേട്ടൻ്റെ പാട്ടൊരു മൂത്ത് പഴുത്ത പാട്ടാണെന്നാണ് എല്ലാ പാട്ടുകളും അങ്ങനെയാണ്. ഇപ്പം കാനനച്ചായിൽ ആടുമേക്കാൻ എന്ന് പറയുന്ന പാട്ടിൽ തന്നെ വളരെ പക്വമതിയായ ഒരു രമണൻ പാടില്ല എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടിയോട് അല്ലേ? അപ്പോൾ അവള് പറയുന്നത് നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ പാടില്ല, നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ എന്നുള്ളത് ഭാനുചേട്ടൻ്റെ ശബ്ദത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് രമണൻ ഭയങ്കര പക്വമതിയായ ഒരാളായിരുന്നു. പക്വമതിയായ കാമുകനായിട്ട് രാഘവ മാഷായിട്ടുള്ള അടുപ്പം കൊണ്ട് എനിക്ക് തോന്നിയിട്ട് മാഷ് ഒരു ഏകസ്വരതയുടെ ആയിരുന്നില്ല, ബഹുസ്വരതയുടെ ആളായിരുന്നു. വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്തമായ ശബ്ദങ്ങൾ തന്നെ വേണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായിരുന്നു. ബാലമുരളീകൃഷ്ണനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്, ശീർഘാഴി ഗോവിന്ദരാജനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്, ML വസന്തകുമാരിനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്, ഉദയഭാനു ചേട്ടനെ കൊണ്ട്, എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്, ബ്രഹ്മാനന്ദനെ കൊണ്ടുവന്നിട്ടുള്ള രാഘവ മാഷാണ്. അപ്പോൾ കോഴിക്കോട് അബ്ദുൽ ഖാദറെ കൊണ്ടുവന്നത് മാഷല്ലെങ്കിലും എങ്ങനെ നീ മറക്കും കുയിലെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പാട്ടായി കിടക്കുന്നത്. ഇങ്ങനെ ഒരു ബഹുസ്വരത, ആ ഒരു ബഹുസ്വരതയിലാണ് ഈ സ്വരവും വരുന്നത്. അല്ല, അത് നമ്മൾ ഓരോ പാട്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ അത് നമ്മൾ മനസ്സിലാവും. അല്ലേ? രാഘവ മാഷ് തന്നെ എനിക്ക് തോന്നുന്നു 2 ഘട്ടങ്ങളായിട്ട് ഭാനുചേട്ടൻ ഉപയോഗിച്ചു. ആദ്യകാലത്തെ പാട്ടുകളിൽ ഇപ്പോൾ വെളുത്ത പെണ്ണ എന്ന് പാടുമ്പോഴായാലും ആ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകളുടെ കാലഘട്ടം കഴിഞ്ഞ് മാഷ് തന്നെ വീണ്ടും അദ്ദേഹത്തിൻ്റെ വേറൊരു സ്വത്വത്തിൻ്റെ അവസ്ഥയിലേക്കും വേറൊരു അവസ്ഥയിലേക്കും മാഷ് കൊണ്ടുവരുന്നുണ്ട്. പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരുവോളം കണ്ണീര് കുടിക്കാൻ എന്ന് പറയുമ്പോൾ രാഘവ മാഷ് തന്നെ 2 ഘട്ടങ്ങളിലായി 2 രീതിയിൽ ആ ശബ്ദത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ശബ്ദത്തിൽ അതിൻ്റെ ഒരു അശരീരിയുടെ ഒരു ഫീൽ ഉണ്ട്, അതിനൊരു ശബ്ദം പറയുന്നില്ല. പല ആപദ്ഘട്ടങ്ങളിൽ നിന്നും പിന്നെ അതായത് ജീവിതത്തിന്റെ കുറെ സങ്കീർണതകളിൽ നിന്നൊക്കെ ഇവര് പരസ്പരം സഹകരിക്കുകയും രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. സത്യത്തിൽ ഇപ്പോൾ പാട്ട് എന്ന് പറയുമ്പോൾ കവിത പോലെയല്ല. കാരണം കവിത നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും അത് ഗായകൻ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ സംഗീതം അല്ലേ വേറൊരു തലത്തിലേക്ക് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കാലത്ത് അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് മനസ്സുകളൊക്കെ ഇടയ്ക്ക് നിൽക്കുക എന്ന് പറയുമ്പോൾ ഗായകൻ്റെ പ്രസക്തി വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ ഒരു വല്ലാത്ത വേദന എന്ന് പറയുന്നത് ഇപ്പോൾ സമീപകാലത്ത് ശബ്ദത്തിന് ഐഡൻറ്റിറ്റി ഇല്ലാതെ പോയിട്ടുണ്ട്. പാട്ടിൽ, സിനിമാ പാട്ടുകളിൽ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ കുട്ടികൾക്കും ഒരേ ശബ്ദമാണ് അല്ലേ? പാട്ടിന് ഏത് ഗായകൻ പാടിയാലും മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. സാറ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? കാരണം കാലത്തിൻ്റെ മാറ്റമായതുകൊണ്ട് അങ്ങനെ ആവാൻ തോന്നുന്നുണ്ട്. എനിക്ക് അതിന് തെറ്റില്ല എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ശീലം കൊണ്ടായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം ഡ്യൂപ്പിനെ കൊണ്ട് പാടിച്ചു, പിന്നെ പാടുന്ന ആൾ വരുന്നു, ഡ്യൂപ്പിനെ അനുകരിച്ച് പാടുന്നു. അതിന് ധ്യാനിക്കാനൊന്നുമുള്ള സാവകാശം കിട്ടുന്നില്ല. പിന്നെ പലപ്പോഴും ഈ ഒരു ഉടന്തടി ട്യൂണിട്ട്
അതിനനുസരിച്ച് വാക്ക് വളച്ചൊടിച്ച് എഴുതുന്നതുകൊണ്ടുള്ള ചില ദോഷങ്ങളുണ്ട്. അപൂർവമായിട്ട് നല്ല ട്യൂൺ അതിനനുസരിച്ച് നന്നായിട്ട് എഴുതുന്നവരും ഉണ്ട്. പക്ഷേ മൊത്തത്തിലെടുക്കുമ്പോൾ ഈ ട്യൂണിട്ട് എഴുതുന്നതിൽ എവിടെയൊക്കെയോ സംഗീതം ഭാവം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് തോന്നുന്നത്. വരികൾക്ക് ട്യൂണിട്ടിരുന്ന കാലവും ട്യൂണിന് വരികൾ എഴുതുന്ന കാലമാണല്ലോ നമ്മൾ ഈ കാലത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇതുകൊണ്ട് ഒരു വലിയ നേട്ടം സംഗീതത്തിനുണ്ടായോ പാട്ടുകൾക്കുണ്ടായോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വലിയൊരു നേട്ടം ഉണ്ടായിട്ടില്ല. ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സംഗീത ശാഖയെ ഒരുപാട് മുന്നോട്ട് നയിക്കുവാൻ ഈ പുതിയ ടെക്നോളജിയിലെ മാറ്റം കൊണ്ട് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഇല്ല എന്നാണ്. ഞാനും താങ്കളും ഭാനുസാറും പിന്നെ വിനേന്ദ്ര സാറും ഒരേ ദുഃഖം തന്നെ വികാരമാണെങ്കിലും നമ്മുടെ 4 ദുഃഖങ്ങൾക്കും വേരിയേഷൻ വ്യത്യസ്തതകളുണ്ട്. ഈ വ്യത്യസ്തത കവിക്കുണ്ടാക്കാൻ കഴിയുന്നത് പോലെ പിന്നെ മറ്റൊരാൾക്ക് ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ നമ്മൾ പരിമിതപ്പെടാമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കവിയാണ് ഭാസ്കരൻ മാഷെ പോലെ കവിക്ക് ഇപ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്ന് അദ്ദേഹം എഴുതി വയ്ക്കുന്നത് മുറപ്പെണ്ണിലെ പിന്നെ ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന കഥയായതുകൊണ്ടാണത്. കരയുന്നോ പുഴ ചിരിക്കുന്നോ കണ്ണീര് മൊലിപ്പിച്ച് കൈവഴികൾ പിരിയുന്നു എന്ന് എഴുതുന്നത് കോട്ടയത്തോ അല്ലെങ്കിൽ ഈ ഇടുക്കിയിലോ ഉള്ളൊരു കഥാപാത്രമാണെങ്കിൽ ഒരു പക്ഷേ ഭാസ്കരൻ മാഷ് അങ്ങനെ എഴുതില്ല. അപ്പോൾ അതിൻ്റെ മേലെയാണ് പിന്നെ സംഗീതം വരുന്നത്. അതുകൊണ്ട് കവിയുടെ ഇമേജ്, കവിയുടെ കൽപ്പനകൾ, അതിൻ്റെ ബിംബങ്ങൾ, അതിന് സംഗീതം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത തന്നെയാണ്. അതൊരു വളരെ സവിശേഷതയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കോഴിക്കോട് ആകാശവാണിയിൽ ഞാനൊക്കെ അന്ന് ചെറിയ കുട്ടികളാണ്. അപ്പം അങ്ങനെ ഒരു വലിയൊരു കാലഘട്ടം അവിടെ വെച്ച് ടാഗോറിന് ഇപ്പം പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ പാടിയതില്ലല്ലോ. ഇതൊക്കെ ടാഗോറിൻ്റെ രചനയാണ്. അതൊക്കെ കോഴിക്കോട് ആകാശവാണി എന്നാണെന്ന് പുറത്തു വരുന്നത്. പക്ഷെ ട്രാൻസ്മിറ്ററിന് പവർ കുറഞ്ഞതായതുകൊണ്ട് അത് തെക്കൻ കേരളത്തിൽ കേട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു പാട്ട് വലിയൊരു 4 വരി പാടിയിട്ട്. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുകയെന്നേ മാമക ചിത്തത്തിലെന്നും ഇല്ല മാദക വ്യാമോഹമൊന്നും